നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് എപ്പിസോഡ് നമ്പർ 78 18/9/2024. 9ൻ്റെയും 8ൻ്റെയും കൂടെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. ഓക്കെ, എന്തായാലും ഇത് ദിവസം അത്ര ഒരു മികച്ച ദിവസം എന്ന് പറയാനില്ല. 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടി തന്നെ പോകേണ്ട ഒരു ദിവസം കൂടിയാണ്. കാരണം 9 എന്നത് പിന്നെ എന്താ പറയുക, പടനായകൻ്റെതും 8 എന്നത് ജഡ്ജിൻ്റെയും എനർജിയാണ്. അപ്പോൾ അത് പരസ്പരം വിട്ടുകൊടുക്കാത്ത രണ്ട് എനർജീസാണ്. അപ്പോൾ അത് വളരെ ഈഗോ ക്ലാഷ് ഉള്ള എനർജിയാണ്. പക്ഷേ ഈ ഡേറ്റിലൊക്കെ ഇനിയിപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കായാലും ഇനിയിപ്പോൾ ഈ ഡേറ്റിൽ മുമ്പേ ഉള്ള ആൾക്കാർക്കായാലും ഒരു നല്ല പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. ഇപ്പം പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 8 ഒക്കെ വരികയാണെങ്കിൽ, കാരണം അത് രണ്ടും വലിയ രണ്ട് സംഖ്യകളാണ്. രണ്ടിനും ഭയങ്കര ഒന്നിനും കുറഞ്ഞ് പിന്നോട്ട് നിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രണ്ട് എനർജിയാണ്. പക്ഷെ ഇത് മെഡിറ്റേഷനും ആ ലെവലിലൊക്കെ, അതായത് ആത്മീയതയിൽ കുറേ ഉയരങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഒരു വലിയ ആത്മീയ നേതാവായിട്ട് മാറാനുള്ള എനർജിയും ഉണ്ട്. ഒപ്പം കൃത്യമായിട്ടുള്ളൊരു പേരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ മെറ്റൽ എനർജി ഈ ലോകത്ത് സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധിക്കും. അത് നല്ല പേരായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എൽദോസ്. എൽദോസിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മകളുടെ പേര് പറയും. അദിതി എൽദോസ്. ADITHI. ABITHI. അദിതി എൽദോ അല്ലേ? ELDHOSE. ഓക്കെ, എൽദോസിന് SE എന്നുണ്ടോ ലാസ്റ്റില്? ഉണ്ട്. ELDHOSE. ഓക്കെ, റൈറ്റ്. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറയും കുട്ടിയുടെ. 5/10/2019. 5/10/2019. ഓക്കെ, റൈറ്റ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. 5ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരൽ പൊതുവേ നല്ല കൂടിച്ചേരലാണ്. 5ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ളത്, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇവർക്കുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും അറിവ് കൊണ്ട് നേടാൻ ഒക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാണ്. ഭയങ്കര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ അദിതി എൽദോസ് എന്നുള്ള പേര് 48 വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റാണെന്നൊന്നും പറയാനില്ല. 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ എനർജിയിലാണ് അതിനർത്ഥം. അതായത് 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8 4 12ലേക്ക് വരും. 12 പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 3ൻ്റെ എനർജി, അതായത് ഗുരുവിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിന് വളരെ ഗുണങ്ങൾ പറയാനില്ല. പിന്നെ അതിനെ മനസ്സിനെ സങ്കല്പിക്കുന്ന എനർജി അതിനകത്തുള്ളത്, അതും അത്ര ബെസ്റ്റായിട്ട് പറയാനില്ല. കുറച്ച് ഇതാണ്. അപ്പോൾ ഒരു ആവറേജ് പേരാണ്. വളരെ ദോഷമില്ല എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ചേഞ്ച് ചെയ്യണമെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ഭാഗ്യം ഉണ്ടാവുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുവിധം കുഴപ്പമില്ലാത്തതാണ്. അമ്മയുടെ പേരെന്താണ് കുട്ടിയുടെ? ജിഷ. ഓക്കെ. JISHA. വേറെ എന്തെങ്കിലും ഇനീഷ്യൽ ഇടാനുണ്ടോ വേറെ കുട്ടിക്ക്? വേറെ എന്തെങ്കിലും? പിന്നെ അതിഥി M എൽദോസ് ഇട്ടാലോ? എന്നിട്ട് കഴിഞ്ഞാലും വരുന്നില്ല അതിഥി. പിന്നെ H ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ പറ്റില്ല. പിന്നെ അമ്മയുടെ പേര് ഇട്ട് കഴിഞ്ഞാൽ J എന്നിട്ട് കഴിഞ്ഞാൽ അതും എത്ര വലിയ സപ്പോർട്ടീവായിട്ട് വരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുന്നേ ഒരു മിനിറ്റ്, ഒരു അതിഥിയുടെ ഒരു അപ്പോൾ അതിൽ പെട്ടെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ അതിഥിയുടെ ഒരു H ഒഴിവാക്കി നോക്കി, അമ്മയുടെ അക്ഷരത്തിൻ്റെ J ഇട്ട് നോക്കി, നിങ്ങൾ പറഞ്ഞ M ഇട്ട് നോക്കി. ഇപ്പോൾ ഇതിലൊന്നും ഒരു ബെസ്റ്റ്, ഇപ്പോൾ ഉള്ളതിലേക്കാണെങ്കിൽ ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജ് പേരാണ്, ഗുരുവിൻ്റെ എനർജിയാണ്. അപ്പോൾ ഓക്കെ, അതാണ് പറയാനുള്ളത്. അത് ഒന്നുകൂടി ബെസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ
കട്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അപ്പോൾ അതാണ് പൊതുവേ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു മികച്ച ഡേറ്റ് ഓഫ് ബർത്താണ്. 5ൻ്റെയും 9ൻ്റെയും എനർജിയാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. പക്ഷെ പേര് ആവറേജ് പേരാണ്. അപ്പോൾ അത് കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല എനർജിയിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്തിന് വളരെ ദോഷം പറയാനില്ല. അതുകൊണ്ട് തന്നെ പേര് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? രാമചന്ദ്രൻ. ഓക്കെ, രാമചന്ദ്രൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, രാമചന്ദ്രൻ്റെ ഫുള്ളായിട്ട് പേര് പറയും. രാമചന്ദ്രൻ എം പി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 10/12/1965. 10/12/1965. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യും. ശരി ശരി. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 7ആണ്. 1ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരലാണ്. എന്താണ് അറിയേണ്ടത് രാമചന്ദ്രന്? പേരിന് എന്തായാലും വളരെ ദോഷമില്ല പേര്. പിന്നെ ആഗ്രഹിക്കുന്ന പോലെ ഘട്ടം ഘട്ടമായി കാര്യങ്ങളെ നേടിയെടുക്കാനൊക്കെയുള്ള അവസ്ഥ അതിൽ കാണുന്നുണ്ട്. പക്ഷെ എന്നെ ഒരു ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു ദേഷ്യമുള്ള ഒരു അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു രാഹുവിൻ്റെ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദേഷ്യം അതിൽ കൂടുതൽ കാണാനുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. വളരെ ദോഷമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്ത് ചെയ്യുന്നു? എന്താണ്? ഓക്കെ. അപ്പോൾ എന്തായാലും അതാണ് പേര് മാറ്റണം എന്നൊന്നും പറയാൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള പേര് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണോ നമ്മൾ കർമ്മത്തിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ തന്നെയാണോ അനുഭവം? എന്ത് പറ്റിയതപ്പോ? അതെ, ഓരോരോ കാലഘട്ടത്തിൽ ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളെ മനസ്സിന്റെ ആ ഒരു ദേഷ്യം അങ്ങനെയുള്ള അവസ്ഥ മാത്രമാണ് ഈ രാമചന്ദ്രൻ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു ഒന്നുകൂടി പറഞ്ഞേ? DRAN പിന്നെ MP അല്ലേ? എച്ച് ഇല്ല അല്ലേ ഇതില്? ഓ, അല്ലാതെ ഈ രാമചന്ദ്രൻ എന്നുള്ളതില് DHRAN എന്നല്ല അല്ലേ? DHRAN എന്നാണോ? അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞത് DRAN എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ എച്ച് എന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച എനർജിയിലല്ല ഉള്ളത്. അത് എച്ച് എന്ന് വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ 5 എന്നൊരു എക്സ്ട്രാ എനർജി ആഡായി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇപ്പം ഞാൻ എടുത്ത് കണക്കൂട്ടി വെച്ചിരിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമചന്ദ്രൻ DH ഇല്ലാത്തതാണ്. മനസ്സിലായോ ലാസ്റ്റ്? അപ്പോൾ ആ എനർജിയിൽ അപ്പോൾ അതാണെങ്കിലാണ് നമുക്ക് ആദ്യം പറഞ്ഞ ഒരു ഗുണം പറയേണ്ടത്. അത് അങ്ങനെയുള്ള ഒരു പേരാണ് നിങ്ങൾക്ക് റെക്കോർഡിക്കില്ല. അതായത് രാമചന്ദ്രൻ MB അങ്ങനെ മുഴുവനായിട്ടാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ എച്ച് അവിടെ ആ ഒരു എച്ച് എന്നുള്ള ഒരു എനർജി വെക്കുമ്പോഴേക്കും എല്ലാവർക്കും അത് ഒഴിവാക്കണം എന്നല്ല അർത്ഥം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോഴേക്കും അതിൽ മാറ്റം വന്നു. ഞാൻ പറഞ്ഞ കാര്യവുമായിട്ട് അത് യോജിക്കാത്ത പേരായി മാറുക. അപ്പോൾ പേരിൽ വരുന്ന മാറ്റം എന്തായാലും ആ DRAN MP എന്ന് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വർക്ക് ഫീൽഡിലായാലും ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിസ്സംശയം അത് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ എച്ച് എന്നുള്ള പേര് വെച്ചു. അതായത് RAMACHAND
RAN എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതാണ് ന്യൂമറോളജി പറയുന്നത് കേട്ടോ. അപ്പോൾ ആ H എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡിക്കലി എല്ലാം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. രാമചന്ദ്രനാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിൽ പ്രേക്ഷകരോട് പറയാനുള്ളതാണ്, നമുക്കൊരു ലെറ്റർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കംപ്ലീറ്റ് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൃത്യമാകണം എന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരാൾ H എന്ന ഒരു എനർജിക്ക് അത് ബുധൻ്റെ എനർജിയാണ്, 5 എന്ന ഒരു എനർജി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് കൂടുതൽ അല്ലെ, ഒരു എനർജി മാറുമ്പോഴേക്കും അതെന്താ പറയുക മാറി നമ്മൾ പറഞ്ഞ കാര്യം അല്ലാതാവും. അപ്പോൾ ചെറിയൊരു ലെറ്റർ മാറ്റിക്കൊണ്ട് പോലും നമുക്ക് അതിനെ അനുകൂലമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ രാമചന്ദ്രൻ H ആകുമ്പോഴേക്കും വേറൊരു എനർജിയാണ്. H ഇല്ലാതെ രാമചന്ദ്രൻ MB എന്ന് പറയുമ്പോൾ 46ൻ്റെ എനർജിയാണ് വരുന്നത്. 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഒന്നും ആണ്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി വരുമ്പോഴേക്കും അത് ഒരു ഉയർച്ചയിലേക്ക് തന്നെ തീർച്ചയായിട്ടും പോകണം, അതാണ് പറയേണ്ടത്. പക്ഷേ മാനസികപരമായിട്ട് കുറച്ച് അഗ്രസീവായിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ആ ഒരു ഉണ്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരിയറിൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ പേര് സ്പെല്ലിങ് മാറി അടിക്കുമ്പോഴേക്കും മാറും, കാര്യങ്ങളും മാറും. അപ്പോൾ ഒരു ലെറ്റർ മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് എനർജീനെ മാറ്റാം എന്നുള്ളതാണ് ന്യൂമറോളജി പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് കോളൊന്ന് വെയിറ്റ് ചെയ്യാണ്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ആരാണ് സംസാരിക്കുന്നത്? പറയൂ. എന്താണ്? ബിജു കുമാർ. വിജയകുമാർ. കുറച്ച് മെല്ലെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് സൗകര്യമുണ്ട്. വിജയകുമാർ എന്നാണോ പറഞ്ഞത്? അതെ അതെ, വിജയകുമാർ. വിജയകുമാറിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ, അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കുറച്ച് മെല്ലെ പറയുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പറയുമ്പോഴേ. നിങ്ങൾ സ്പീഡിൽ പറയുമ്പോഴേ എനിക്ക് അതിനനുസരിച്ച് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ സൗണ്ടിന്റെ പ്രശ്നമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പോഴേ ഒന്നും മനസ്സിലാവുന്നില്ല. പേര് വിജയകുമാർ അല്ലേ? വിജയകുമാർ. വിജയകുമാർ എന്നതിന്റെ സ്പെല്ലിംഗ് VIJAYKUMAR അല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അതിന് ഇനീഷ്യൽ സെക്കൻഡ് നെയിം എന്തെങ്കിലും? ഹലോ ഇനീഷ്യൽ മുഴുവനായിട്ടുള്ള പേര് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് ജാതകത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 30/5/1972. 30/5/1972. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഒരു സംശയം കൊണ്ട് ചോദിക്കാം, വിജയകുമാർ എന്നാണോ വിജയ് കുമാർ എന്നാണോ? വിജയകുമാർ. വയ്യേ ഉണ്ട്. ഓക്കെ, ശരി. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. 3ന്റെയും 9ന്റെയും കൂടിച്ചേരലാണ്. പൊതുവെ നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പേരിലും വലിയ ദോഷം പറയാനില്ല. ഒരു സാമ്പത്തികപരമായിട്ട് മാത്രമല്ലല്ലോ, നമുക്ക് വേറെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവ് ഉണ്ട് ഇതിൽ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. പൊതുവെ ഈ കൂടിച്ചേരലും നല്ലതായിട്ടാണ് പറയേണ്ടത്. വേറെ എന്താണ് കൂടുതലായിട്ട് അറിയേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയോ അതോ നല്ല കാര്യം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ? ഇതില് ഈ പേരിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരുപാട് ദോഷങ്ങളില്ലെങ്കിലും സാമ്പത്തികപരമായിട്ട് നമുക്ക് ഓക്കെ എന്നുള്ള രീതി മാത്രമാണ് ഇതിനെ പറയേണ്ടത്. മനസ്സിലായോ? അല്ലാതെ അത് ഒരു ഗുരുവിനെ പോലെയാണ് വരിക. അപ്പോൾ ഗുരുവിന് എന്താ വലിയ പൈസക്കോ ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വെറുതെ കാര്യങ്ങൾ ആൾക്കാർക്ക് നല്ല സഹായം ചെയ്യാം, സ്നേഹത്തോടെ പെരുമാറിപ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഒരു നല്ല ഗുണങ്ങളായിട്ട് പറയാനുള്ളത്.
മനസ്സിലായോ? ഒരു സാക്ഷാൽ ഗുരുവിനെ പോലെ, മനസ്സിലായ? അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതിന് ഗുരുവിനെ പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. സാമ്പത്തികപരമായിട്ട് അതിനധികം എന്താ പറയുക, അങ്ങ് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അങ്ങനെയൊക്കെയാണ് അതിൽ പറയേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് അനുകൂലമാക്കണമെങ്കിൽ ആ പേരിൽ ഒരു ചെറിയ മാറ്റം വെച്ചുകൊണ്ട് നോക്കാം. വിജയകുമാർ എന്ന് പറയുന്നത് 30-ന്റെ വ്യാഴത്തിൻ്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ്. എന്താണ് ഇപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുന്നത്? ആ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണോ? അല്ല, ടിവിയിൽ കണ്ടപ്പോ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഓക്കെ, റൈറ്റ്, ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതാണ് പേരിൻ്റെ അവസ്ഥ. ഇതിൽ പറഞ്ഞാൽ ഈ വലിയ ദോഷങ്ങൾ കാണാനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്ന് വെച്ചിട്ട് വലിയ ഉയർച്ച എന്നുള്ളത് പറയാനില്ല. പക്ഷെ ഒരു ഗുരുവിനെ പോലെ നമുക്ക് ആൾക്കാരുടെ സമൂഹത്തിലായാലും ഇതിലായാലും ആ ഒരു മാന്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതും സത്യമാണ്. ആ ഒരു ഗുണം ഉണ്ട്. പിന്നെ അതുപോലെ ഈ മിലിറ്ററി, അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ ഡിഫൻസ് മേഖലയിലൊക്കെ കൂടുതൽ ഗുണമായിരുന്നു. ഇനിയിപ്പം പ്രായം ഇതായിട്ട് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രായഘട്ടത്തിൽ നിങ്ങൾ ആ പോകാനുള്ള കാലഘട്ടത്തിൽ അതിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതാണ് അതിലൊരു പറയാനുള്ളത്. അപ്പോൾ ഈ അവസ്ഥ ഇതാണ്. ഗുരുവിനെ പോലെ അങ്ങനെ നിൽക്കാം. ഇനി പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. കേട്ടോ? പിന്നെ അതുപോലെ ഇതുപോലെ സ്റ്റോണൊക്കെ ധരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു യെല്ലോ സഫയർ, മഞ്ഞപ്പുഷ്യരാഗം, അത് ധരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കേട്ടോ? ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 9, അതുപോലെ പേരും 3 വന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള എനർജിയായി എന്ന് വെച്ചിട്ട് ഞാൻ സന്തോഷവാനല്ല എന്നല്ല അതിനെക്കൊണ്ട് അർത്ഥം, അല്ലേ? സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുമ്പോൾ മാത്രമല്ല, അല്ലാതെയും സന്തോഷിക്കും. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസിനെ സുഖമോ അല്ലെങ്കിൽ ദുഃഖത്തിലോ എന്നൊക്കെ അവരവരുടെ എന്താ പറയുക, അതിനെ താരതമ്യം ചെയ്തിട്ടാണ് ഓരോരാളും കാണുന്നത്. പക്ഷേ അതിനെ എക്സ്പീരിയൻസ് ആയി കാണുന്നവർക്ക് ജീവിതം മനോഹരമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? സി ഫോർ ഓക്കെ, സി അല്ലേ? ABC. ഓക്കെ, സി. ഓക്കെ, പറഞ്ഞോളൂ. അടുത്ത പേര് മുഴുവനായിട്ട് പേര് പറയും. ദേവിദാസൻ. ഓക്കെ, ദേവിദാസൻ അല്ലേ? സി ദേവിദാസൻ. ദേവിദാസൻ എന്നുള്ളത് DH എന്നൊക്കെ ഉണ്ടോ? എന്നാ സ്പെല്ലിംഗ് പറയുന്നു. ഓക്കെ, റൈറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 27/9. ഭയങ്കര എക്കോ ആണല്ലോ. ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? അല്ല, സോറി, സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടോ? ഒന്ന് അത് ഓഫ് ആക്കുമോ? ഇത് ഒന്നും വ്യക്തമാകുന്നില്ല. വേറെ ദൂരത്തുനിന്ന് സംസാരിക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. 27/9/1985 അല്ലേ? 55. അതൊന്ന് ഓഫാക്കൂ. ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലാണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യം. ഓക്കെ, ശരി, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യ്. ഹലോ, കേൾക്കാമോ? ഹലോ. പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. 9-ന്റെയും 2-ന്റെയും കൂടിച്ചേരലാണ്. വളരെ നല്ലൊരു പേര്, നിർബന്ധമായിട്ടുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു ആവറേജ് ആയിട്ടുള്ള പേരാണ്. വലിയ ദോഷം പറയാനില്ല. എന്നിരുന്നാലും ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് ആ പേരിൽ. ഹലോ, കേൾക്കുന്നുണ്ടോ?
ആ അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ എനർജി അതിലുണ്ട്. സി ദേവിദാസൻ എന്നുള്ള പേരിൽ ഇതുപോലെ പിന്നെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ നമുക്ക് അധികം ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യത. എന്ന് വെച്ച് കഴിഞ്ഞാലും ഉയർച്ച ഉണ്ടാവും, പക്ഷേ അതിനനുസരിച്ചിട്ട് ഇതുപോലെയുള്ള സംഭവ ബഹുലത അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. വേറെന്താണ് അറിയേണ്ടത്? ലക്കി നമ്പർ പിന്നെ 6, 5 ലക്കി നമ്പറാണ്. അതുപോലെ 1 ലക്കി നമ്പറാണ്. മൂന്നാമതുള്ള ഒരു നമ്പർ 1 ഒന്നാമതുള്ള നമ്പർ 5, 6. 5 ഏറ്റവും നല്ലതാണ്. അതുപോലെ 6 കുഴപ്പമില്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ള നമ്പർ തന്നെ. കളറ് പിന്നെ റെഡ് കളറ് കുറച്ച് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. റെഡ് കളറ് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ചിലവർ ചരടൊക്കെ കെട്ടുന്നവരുണ്ടല്ലോ അങ്ങനെ. അതുപോലെ ഇപ്പോൾ ഒരു ചെറുത് എന്ന് പറയുമ്പോൾ ഒരു മൊബൈലിൻ്റെ കവറ് നമുക്ക് വേണമെങ്കിൽ ഒരു റെഡ് ആക്കാം. അതുപോലെ കുറച്ച് റെഡ് കളറ് നമ്മൾ കയ്യിൽ കരുതുന്നതും അത് ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ടവൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ റെഡ് അത് ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഏത് കുടുംബ സന്തോഷത്തിൽ അതിനധികം നമ്മൾ എന്താ പറയുക, അതിന് നിങ്ങൾ നല്ലൊരു പരിശ്രമം തന്നെ ചെയ്യണം. അപ്പോൾ അത് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പരിശ്രമം, നന്നായിട്ട് പരിശ്രമിക്കണം. കുടുംബത്തിൽ സന്തോഷം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പരിശ്രമിക്കണം. അല്ലെങ്കിൽ അല്ലാതെ ചുമ്മാ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഈ എനർജി പ്രകാരം ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പേരിനെയും അതിന് എന്താണ് ജീവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് പേരും നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അങ്ങനെ പ്രവചിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂചനയുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കത് അവരുടെ മുഖത്ത് നോക്കി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു സംബോധനത്തിനെ കെടുത്തു കളയും, ഇല്ലേ? ഒരാളോട് പറയാണ് നമ്മൾ ഇത്ര കാലത്ത് നിങ്ങൾ എന്താ പറയുക ഇന്ന് സംഭവിക്കുന്ന അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ജീവിക്കുന്നതിൽ എന്താ പറയുക അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികമായിട്ട് അവരെ എന്താ പറയുക തളർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി എന്തിപ്പം ജ്യോതിഷന്മാർ ഇനി എന്ത് കൊണ്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും സന്തോഷം. അതെ, നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പേരിൽ ഈ പറയുന്ന പോലെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ കൈപ്പേറിയതായിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഇതാണ് അതിൽ കൂടുതലും കാണുന്നത്. നമ്മൾ ഒരു കാലത്ത് നല്ല ഉയർച്ചയിലേക്ക് വരികയും അതേസമയം പെട്ടെന്ന് നമുക്ക് ഒരു താഴ്ചയിലേക്ക് പോകേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ പേരിൻ്റെ എനർജി. അപ്പോൾ ആ പേരിൽ നല്ല കാര്യമായിട്ടുള്ള ഒരു പേരാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലമാക്കാം. നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് ആ പേരിനെ ഒന്ന് റെഡിയാക്കുക. അതുപോലെ കോറൽ എന്നൊരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ ധരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എന്താണ് മനസ്സിലാകുന്നില്ല? ഹലോ, തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉള്ള എനർജി തന്നെയാണ്. ദൈവാനുഗ്രഹം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതും. അത് നല്ലോണം ഇതിൽ അതെ അത് ഇതിൽ നല്ലോണം കാണാനുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതാനുഭവം കൊണ്ടും അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും ഉണ്ടാവും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ആ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 2 അപ്പോൾ 9ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ 9ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരലിന് നമ്മൾ ജീവിതത്തിൽ പൊതുവെ നല്ലൊരു പേരല്ല എങ്കിൽ ഭയങ്കര കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതാണ്. അതിൽ നല്ല അനുഭവം ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേപോലെ വലിയ മാർജിനിൽ ദോഷമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു പേരായിരിക്കണം. പേരിൽ
പിന്നെ ശ്രദ്ധിക്കേണ്ട കുറേ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചും കൂടി കൈപ്പേറിയതുണ്ടാവും. അപ്പോൾ ആ അക്ഷരങ്ങളും ആ പേരിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഓരോരോ ആൾക്കാരെ നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ എനർജി തന്നെയാണ്. മനസ്സ് എത്രമാത്രം കരുത്തുണ്ട് ആ എനർജി തന്നെയാണ് ഓരോരോ മനുഷ്യൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനി ഒരു ജ്യോതിഷത്തിൻ്റെ പേരിലോ ഇനി ന്യൂമറോളജിയുടെ പേരിലോ അത് കെടുത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി, പോയിട്ട് പെട്ടെന്ന് വരും. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ആദിനാരായണൻ. ആദിനാരായണൻ. ഓക്കെ, ആദിനാരായണൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ആദിനാരായണൻ ഇനീഷ്യൽ എന്താണ്? ആദിനാരായണൻ ആർ. ഓക്കെ, കേട്ടോ. ആദിനാരായണനിൽ എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞോളൂ. കാരണം ഇതിൽ എച്ച് ചേർത്തിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് കൺഫ്യൂഷനാണ്. പറഞ്ഞോളൂ. ഓക്കെ, വേ പറഞ്ഞു വായിച്ചോളൂ, ഞാൻ നോക്കേ. YAN ഇല്ല അല്ലേ? YAN കഴിച്ചിട്ട് നാരായണൻ ഇല്ല, നാരായൺ അല്ലേ? നാരായൺ. ഓക്കെ, നാരായൺ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. നാരായൺ 8/5/2009. ആദിനാരായൺ ആർ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ആദിനാരായൺ ഹലോ ആദിനാരായൺ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6 ആണ്. 8ൻ്റെയും 6ൻ്റെയും എനർജിയാണ്. കാർമികമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കർമ്മത്തിന് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ പേരിൻ്റെ എനർജിയും വലിയ ദോഷമില്ല. ആദിനാരായൺ ആർ എന്നുള്ള പേരും നല്ലതാണ് കേട്ടോ. ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാനൊക്കെ സാധിക്കും. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കർമ്മം നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യത പുലർത്തണം. മറ്റുള്ളവരെ പോലെയല്ല, വളരെ കൃത്യത പുലർത്തണം. കാരണം ശനിയുടെ ശക്തമായിട്ടൊരു എനർജി അതിൽ കാണാനുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് ദോഷമാണെന്നല്ല അർത്ഥം, ശനി അനുകൂലമാണ് എന്നാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കാര്യങ്ങളെ വ്യക്തമായി കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണോ ആദിനാരായണൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു ഉയർച്ചയിലേക്കൊക്കെ പോകാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെ അറിയണോ? എന്താണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ പൊതുവേ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6 അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവേ അതൊരു നല്ല കൂടിച്ചേരലാണ്. 8ൻ്റെ ശനിയുടെ എനർജി വരുന്നതിലുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കൂടിച്ചേരലാണ്. കാരണം ശുക്രൻ്റെ കൂടെയാണ് എന്ന് ശനിയുടെ എനർജി ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ അനുകൂലമായി വരാനുള്ള സാധ്യത ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ പേര് ഒരു മികച്ചതായിരിക്കണം. ഓൾറെഡി പേരും ഒരു നല്ല എനർജിയിലാണ് 24-ൽ. അപ്പോൾ എന്താ ശനീശ്വരൻ കൂടുതൽ അനുകൂലമാകുന്നേ ഉള്ളൂ. ശനീശ്വരനാണ് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ എന്താ അതിൻ്റെതായ കാര്യങ്ങളെ കൃത്യതയോടെയും നന്നായിട്ടും കൊണ്ടുപോകണം. പക്ഷെ ആ ഒരു എനർജിയും അദ്ദേഹത്തിനുണ്ടാകും. കാരണം കൃത്യമായിട്ട് പോകാനുള്ള ആ ഒരു മാനസിക നിലയും വരും. അത് ശരിക്കും ഒരു ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം വരണമെങ്കിൽ അവർക്കൊരു 25 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സ്വഭാവത്തിലേക്ക് മാറുക. പൊതുവേ എല്ലാ കുട്ടികളും ഒരുപോലെ ഒക്കെ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും ഈ ശനിയുടെ എനർജി ഉള്ളവർ ജീവിതത്തിൻ്റെ ഒരു പകുതിയിലേക്ക് വരുമ്പോഴാണ് ആ ഒരു എനർജിയെ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങുക. ആ ഒരു എനർജിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ 8 എന്ന് എഴുതുമ്പോൾ കാണാം, ഇവിടുന്ന് നമ്മളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി താഴോട്ടാണ് വരിക അല്ലേ? അപ്പോൾ അതാണ് ഒരു ജീവിതത്തിൻ്റെ പകുതി പറയുന്നത്. ആ പകുതി മുതൽ പിന്നീടുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഉയർച്ചയായിരിക്കും മുകളിലേക്ക്. ആ ഒരു കാര്യം 8ൻ്റെ എനർജിയിലുള്ളതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ അന്നേ വരെ ഉണ്ടാക്കി വെച്ച എല്ലാ കാര്യങ്ങളും ഒരു ജീവിതത്തിൻ്റെ പകുതി എന്ന സമയത്ത്
പൊതുവേ ശനിയുടെ കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. ആ ഒരു സംഭവത്ത് ഇല്ലാതാകുകയും അവിടുന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ ശനി. അത് ഒരു അൺലക്കി പേരൊക്കെ ആണെങ്കിലാണ് അങ്ങനെ കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ അവിടുന്ന് കുഴപ്പമില്ലാണ്ട് പോകും. എന്നിരുന്നാൽ പോലും പിന്നീട് അവർ ഇങ്ങനെ ഉയർന്ന് ഏറ്റവും ടോപ്പിലേക്ക് വരും എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് പേർക്ക്, അതായത് എന്നോടൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ കൺസൾട്ടേഷൻ വേണം. അപ്പോൾ ഈ 8നെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്, അവർക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് അത്. കാരണം ശനിയുടെ എനർജിയാണ്. നമുക്ക് അടുത്തൊരു കോളുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എൽദോസ്. ഓക്കെ, എൽദോസിന് എൽദോസിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, എൽദോസ് ഏലിയാസ് എന്നാണ്. എൽദോസ് ഏലിയാസ് അല്ലേ? ഏലിയാസ്. പിന്നെ ഇനീഷ്യലൊന്നും ഇല്ലല്ലോ. എൽദോസ് ഏലിയാസ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 17/1/1987. 17/1/1987. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ. ഹലോ എൽദോസ് ഏലിയാസ്, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 7 ആണ്. അപ്പോൾ ഈ 8ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോകാത്ത അവസ്ഥ ഒക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ എൽദോസ് ഏലിയാസ് എന്നുള്ള പേരും കുറച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഇതിൽ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് കുറച്ച് അറിയപ്പെടാനൊക്കെയുള്ള അവസ്ഥ ഉണ്ട് പേരിൽ. പക്ഷേ നമ്മൾ ആ കൂട്ടത്തിൽ, നമ്മൾ ആ ഏരിയയിൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും പക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ആ ആൾക്കാരുടെ അടുത്ത് അറിയപ്പെടും എന്നുള്ളതിന് അല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കാനല്ലേ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേരാക്കി എടുക്കണം തീർച്ചയായിട്ടും. ആ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എം ആക്കി കഴിഞ്ഞിട്ടും കാര്യമില്ല. എമ്മിൻ്റെ കൂടെ ഏലിയാസ് എന്നൊക്കെ വേറെ ഏതെങ്കിലും സ്റ്റൈൽ സ്പെല്ലിങ്ങിൽ മാറ്റം വരുത്താൻ പറ്റുമോ? പക്ഷേ ഇതൊക്കെ ബൈബിളിലൊക്കെ ഉള്ള പേരായത് കാരണം MA. ഓക്കെ, MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. MA ഏലിയാസ് എന്നാക്കാൻ പറ്റുമോ? എൽദോസ് ഏലിയാസ്. നോക്കട്ടെ, ഒരു മിനിറ്റ്. എൽദോസ് ഏലിയാസ് MA. കുറച്ച് വലിയ പേരാണെങ്കിലും അത് നല്ലൊരു പേരാണ്. ഈ പേരിൻ്റെ കൂടെ ഒരു ഇനീഷ്യൽ കൂടി കൂട്ടുക, MA എന്നുള്ളത്. അപ്പോൾ നല്ലൊരു പേരായി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങളെ നമ്മൾ കുറേ കൂടി സേഫ്റ്റി ആകും. ഇത് ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നമുക്ക് ഈ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മളെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു എനർജി ആയിട്ട് വരും. നമുക്ക് ജീവിതത്തിൽ സേഫ്റ്റി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വലിയ 2 എനർജി നമ്മളെ ഭരിക്കുന്ന സമയത്ത് നമ്മൾ സേഫായി ഇരിക്കുക എന്നുള്ള ഒരു എനർജിയും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ഇപ്പം ഈ ഒരു പേര് നിങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു എനർജിയാണ്, കൂടുതൽ പ്രശസ്തനാക്കുന്ന എനർജിയാണ്, ഒരുപാട് അറിവ് നേടാനുള്ള എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ. അതെ, എൽദോസ് ഏലിയാസ് MA. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എൽദോസ് ഏലിയാസ് അത് 45 ആണ്. 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം നമ്പറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ അത് 9, അതായത് ചൊവ്വയുടെ എനർജി അനുകൂലമായവർക്ക് മാത്രമേ അത് നല്ലതാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്തവർക്ക്, കാരണം അതൊരു വലിയ ശക്തിയുള്ള നമ്പറാണ്. ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു, ഈ 8ഉം 9ഉം വരുമ്പോഴേക്കും 8 ഒരിക്കലും 1നും താഴെ നിൽക്കില്ല. കാരണം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ എനർജിയാണ്. ശനീശ്വരനെ വരുമ്പോൾ മറ്റ് എനർജി വഴിമാറിയ അനുഭവം അല്ലേ,
ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. കാരണം ശനീശ്വരൻ്റെ എനർജി അതാണ്. അപ്പോൾ ഈ 9 എന്നുള്ള എനർജി എന്താണ്? അത് പടനായക എനർജിയാണ്. അപ്പോൾ അവർക്കും പ്രശ്നമാണ് പിന്മാറാൻ. അപ്പോൾ എന്തായാലും ശനീശ്വരനോട് വെച്ച് കഴിഞ്ഞാൽ ശനീശ്വരൻ ഒരിക്കലും നശിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം നശിപ്പിക്കും. അതാണ് അതിൻ്റെ വിഷമം. സ്വന്തം കാര്യങ്ങളും പിന്നെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനോട്. ജയിക്കുന്നില്ലെങ്കിൽ നശിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം ഞാനും വിട്ടുകൊടുക്കില്ല സംഭവം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ ആ എനർജി ബേസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നല്ല അതിനെ കൊണ്ട് അർത്ഥം. ആ എനർജിക്ക് അങ്ങനെയാണ്. അപ്പോൾ അതിനെ അനുകൂലമാക്കുക. അപ്പോൾ ശനിക്ക് അനുകൂലമാക്കി മാറ്റുക ബാക്കിയുള്ള കാര്യങ്ങൾ. അതാണ് അതിൽ ചെയ്യാനുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇപ്പം ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണമായിട്ട് വരും. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി ശക്തി ഏതായാലും നമ്മൾ അതിനെ അനുകൂലമാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് എന്തായാലും ഓപ്പോസിറ്റ് നിന്നിട്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല, അല്ലേ? എന്ത് ആയാലും നമുക്ക് പ്രകൃതി ശക്തിയോട് എന്തിനോടും മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ നമുക്ക് ഒന്ന് ഒടിച്ചെടുക്കാം, അല്ലെങ്കിൽ വളച്ചെടുക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെഡിയാക്കി, അല്ലേ, മറ്റു കാര്യം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതും കൂടി ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് വേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് കോളൊന്ന് വെയിറ്റ് ചെയ്യണം, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അരുണിമ സി ആണ് സംസാരിക്കുന്നത്. അരുണിമ സി. ഓക്കെ, പേര് മുഴുവനായിട്ട് തന്നെ പറയാൻ കരുതി അല്ലേ? നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അരുണിമ സി. അരുണിമ സിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 2007 ഓഗസ്റ്റ് 20. ഒന്നുകൂടി പറയാമോ? 2007 ഓഗസ്റ്റ് 20. 20/8/2007. അല്ലല്ല 2007. 2007. ഓക്കെ, ഓഗസ്റ്റ് 20. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഹലോ അരുണിമ, കേൾക്കാമോ? കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 1 2ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ പിന്നെ നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ളതാണ്. പേരിൻ്റെ അവസ്ഥ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഒന്നുകൂടി ബെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഈ സി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അച്ഛൻ്റെ പേരാണോ? അല്ലല്ല, ചിറമൽ വീട്ടുപേരാണ്. ചിറമൽ. ചിറമൽ എന്നതിൻ്റെ സ്പെല്ലിംഗ് പറ. CHIRAMAL എന്നാണോ? അത് ശരിയാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ പേര് പറയാം. ലക്ഷ്മണൻ. അമ്മയുടെ പേര്? സുമതി. അപ്പോൾ ഈ പേരിനെ ഒന്നും കൂടി ബെസ്റ്റ് ആക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനിപ്പോൾ ചെയ്യാനുള്ളത് ഒരു പേരിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ കൂടുതൽ ഭാഗ്യദായകമായിട്ടുള്ളൊരു പേരായി മാറും. അതായത് അരുണിമ സി എന്നുള്ളതിൻ്റെ കൂടെ ഒരു MAA എന്നായി കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് ഒരു ഇതുണ്ടാവും, എങ്കിലും പേര് ഭാഗ്യദായകമാവും. അല്ലെ പിന്നെ അരുണിമയുടെ ആദ്യം ഇടാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ ആരുണിമയായി പോകും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കി ചെയ്യാം. ഒരു എക്സ്ട്രാ അതിലേക്ക് വരികയാണെങ്കിൽ അത് ഭാഗ്യദായകമായിട്ടുള്ളൊരു പേരായി വരും. ലക്കി നമ്പർ 7 ലക്കി നമ്പറാണ്, 6 ലക്കി നമ്പറാണ്. 7ഉം 6ഉം എന്താണ്? പഠിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം പഠനത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണെങ്കിലും നമുക്ക് അസ്വസ്ഥത, നമ്മൾ എന്താ പറയുക,
മാനസിക ഇത് വെപ്രാളം, അതാണ് അതിന് ഒരു ഇത് പറയേണ്ടത്. നമ്മൾ ഒരു പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൽ കാണാനുള്ളത്. അല്ലാതെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന എനർജിയാണ്. ചിലവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ബുധൻ്റെ എനർജിയിലാണ് പേര് തന്നെ ഉള്ളത്. അപ്പോൾ ബുധൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാകാരകൻ എന്നാണ് ബുധനെ പറയുക. അറിവിനെ നമുക്ക് നേടിയെടുക്കാനുള്ള എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ഏറ്റവും മോസ്റ്റ് ഭാഗ്യദായകമായിട്ടുള്ളൊരു പേരല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ വേണ്ടത്. ഇപ്പോൾ പഠിക്കാനുള്ള കാലത്ത് അനുകൂലമായിട്ട് തന്നെ ഉണ്ട്. വിചാരിക്കുന്ന പോലെ പഠിച്ച് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ നമ്മൾ പഠനം മാത്രമല്ലല്ലോ, പഠനം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പഠനം കൊണ്ട് നമ്മൾ കാരിയറിലേക്ക് ഓരോരോ കാര്യങ്ങളിലേക്കും, അതായത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നേടലാണ് പഠനം, അല്ലേ? അപ്പോൾ ആ ചെയ്യാനുള്ള കാലത്ത് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ അതിനനുസരിച്ചുള്ളൊരു ഭാഗ്യം വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ പേരിൽ അങ്ങനെ ഒരു മാറ്റം സൂചിപ്പിച്ചത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പഠിച്ച് വലിയ ആൾക്കാരും പോലും നല്ല വലിയ വിദ്യാഭ്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസം നേടാൻ മാത്രമുള്ള എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ, അവർക്ക് അത് വെച്ചിട്ടൊരു ഉയരങ്ങളിലേക്ക് ജീവിതത്തിലെത്താനുള്ള സാഹചര്യം ചിലപ്പോൾ കുറയും. അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം എന്തായാലും ഇതിലുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ പേരിൽ പിന്നീട് വേണമെങ്കിൽ മാറ്റം വരുത്താം തീർച്ചയായിട്ടും. അപ്പോൾ വിവാഹശേഷം സ്ത്രീകൾ മാറ്റം വരുത്താറുണ്ട് പേരിൽ. ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത് കുറച്ചുകൂടി ബെസ്റ്റാക്കാൻ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നല്ല ഒരു ഉപായം പറഞ്ഞത് ഒരു എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭാഗ്യദായകമാകും. അത് കാരിയർ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറേ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. ഞാൻ അതിലാദ്യം പറഞ്ഞു, ലക്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ഉം 6ഉമാണ്. അത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ 7 എന്നുള്ളത് സൗഹൃദത്തിനും അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ 7നെ ലക്കി നമ്പറിനെ ഉപയോഗിക്കാം. 6നെ നമ്മളെ കാരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യത്തിനും വേണ്ടിയിട്ടും അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ആ 2 തരത്തിലും ആ 7നെയും 6നെയും ഉപയോഗിക്കാം. പേര് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശുക്രൻ്റെ എനർജി തന്നെ പറ്റുകയുള്ളൂ കേട്ടോ. ഹലോ, കോള് കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പ്രോഗ്രാം നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. കാരണം ആ കുട്ടി വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഉയരങ്ങളിൽ, ആ വിദ്യാഭ്യാസത്തിൽ എന്താ പറയുക, ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കും ലോകത്തിനും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവർ ആ വഴിയിലുള്ള വർക്കിൽ, അല്ലേ, ഒരു IAS പോലെയുള്ള ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോ എന്ത് വേണമെങ്കിലും ആകാനുള്ള അത്രയും വിദ്യാഭ്യാസം ചെയ്യാനുള്ള എനർജി ഇതിൽ കാണുമ്പോൾ അത് അവർക്ക് മാത്രമല്ല ലോകത്തിനും പ്രയോജനമാകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് പോവാം. നമുക്ക് പ്രോഗ്രാമിലത്തെ ലാസ്റ്റ് കോളാണ്. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ബൈജു. ബൈജു, ഓക്കെ. ബൈജു, BAIJU. BAIJU, ബൈജു. ഇനീഷ്യൽ P. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 10/2/76. 10/2/1972. 76 സർ. ഓക്കെ, 1976. ബൈജു, BAIJUP അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ പേര് തന്നെയാണോ? അതെ, എൻ്റെ പേരാണ്. ഓക്കെ, ശരി. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയട്ടെ. ഓക്കെ സർ. ഓക്കെ. ഹലോ ബൈജു, കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8. അപ്പോൾ ഈ ഒരു എനർജി ആദ്യം തന്നെ പറയേണ്ടത്, നമുക്ക് ഒരുപാട് അറിവ് നേടിയെടുക്കാനുള്ള എനർജിയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഈ അറിവ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് നേട്ടങ്ങളിലേക്ക് കർമ്മം ചെയ്തുകൊണ്ട്, ഈ അറിവ് കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊക്കെ ഉയരാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ബൈജു P. ഓക്കെ, എന്തായാലും
പേര് എനിക്ക് വ്യത്യസ്തമായി തോന്നി. എന്തായാലും അത് നല്ല പേരാണ് കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഹലോ, നല്ല പേരാണ് സാർ. പേര് തന്നെ കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ 1976 എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും വയസ്സുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഇനി പേര് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിന് മാത്രം ദോഷമുള്ള പേരൊന്നുമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള എനർജി ഇതിൽ ധാരാളം കാണുന്നുണ്ട്. ആ അറിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള എനർജി ഇതിൽ കാണുന്നുണ്ടല്ലോ. എവിടെയാണ് ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ LIC-യിലാണ്. ഓക്കെ. എവിടെ? വടകര. ഓക്കെ. എന്തായാലും അതെ നിങ്ങൾക്ക് അതുപോലെയുള്ള ഓക്കെ. എന്തായാലും അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാനും അതിൽ ഞാൻ അതാ പറഞ്ഞത്, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അതിന് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതിന് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഓക്കെ. ഓക്കെ. എന്തായാലും അത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അത് കാർമിക് എനർജിയാണ് കൂടുതൽ. 19 എന്ന ഒരു എനർജിയിലാണ് പേരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള കർമ്മം, അതാണ് അതിനെ കൊണ്ട് പറയാനുള്ളത്. ആ നിരന്തരമായിട്ടുള്ള കർമ്മം അനുകൂലമായിട്ട് വരികയും ചെയ്യും. നല്ല കാര്യം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിലിപ്പോൾ കുറച്ച് ദോഷം പറയേണ്ട വല്ല എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞേക്കാം. പക്ഷേ എന്നാലും കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ കൂടുതൽ അതിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അധ്വാനം കുറച്ചും കൂടി കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നേരെ പോകാമെന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിലൊരു വിജയം ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും പേര് നിങ്ങൾ മാറ്റണമെന്ന് എനിക്ക് പറയാനില്ല. അപ്പോൾ അത് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ എല്ലാറ്റിനും ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിക്കൊണ്ട് ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കയറി പോകാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഇന്നത്തെ ലാസ്റ്റ് കോളായിരുന്നു. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. പിന്നെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി ഞാൻ പറയാം. 6238681881. ഒന്നുകൂടി പറയാം, 6238681881. ഇത് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രം ഇതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.